SK9 വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മരണമടഞ്ഞ ഒരാളുമായി സംസാരിക്കാനാവും, അല്ലെങ്കിൽ അയാളുമായി ഏതെങ്കിലും വിധത്തിൽ നമുക്ക് സംവേദനം സാധ്യമാണോ? സാധിക്കുമെന്നതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ ഉദാഹരണമായി പറയാവുന്നതാണ് ഓജോ ബോർഡ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി നായകനായി അഭിനയിച്ച അപരിചിതൻ, ഈ അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ സൗബിൻ നായകനായ രോമാഞ്ചം എന്നീ സിനിമകളിലൂടെ ഓജോ ബോർഡ് മലയാളികൾ കണ്ടു കഴിഞ്ഞു. ഓജോ ബോർഡുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തൻ്റെ മകനിൽ അടുത്ത കാലത്തായി ഉണ്ടായ മാറ്റങ്ങളാണ് ആ അമ്മയെ എൻ്റെ അടുത്ത് എത്തിച്ചത്. +2 പഠിക്കുന്ന മകൻ ഒരു ദിവസം രാത്രി 7 മണിയോടനുബന്ധിച്ച് മകൻ്റെ 3 കൂട്ടുകാർ വീട്ടിൽ വരുന്നു. മകൻ്റെ മുറിയിൽ വെളിച്ചം കാണാതിരുന്നത് കൊണ്ടാണ് അമ്മ മുറിക്കകത്തേക്ക് കയറിയത്. മകനും കൂട്ടുകാരും റൂമിൽ ചുറ്റും കൂടിയിരിക്കുന്നതാണ് കണ്ടത്. അടുത്തേക്ക് ചെന്നപ്പോൾ എന്തോ ചിത്രങ്ങളുള്ള ഒരു ബോർഡും അടുത്തായി ഒരു ചില്ലു ഗ്ലാസ് കമഴ്ത്തി വെച്ച് അതിന് മുകളിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അമ്മയെ കണ്ടപ്പോൾ ഞങ്ങൾ കളിക്കണമെന്ന് മകൻ പറഞ്ഞത് കേട്ട അമ്മ തിരിച്ചു പോന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിച്ചു. വീട്ടിൽ അച്ഛനില്ലാതിരുന്ന സമയത്താണ് കുട്ടികൾ ഈ കളി കളിച്ചിരുന്നത്. ഒരു സാധാരണ വീട്ടമ്മ മാത്രമായിരുന്ന ആ അമ്മയോട് ഇക്കാര്യങ്ങളൊന്നും മകൻ പറഞ്ഞിരുന്നില്ല. സന്ദർഭവശാൽ തൊട്ടടുത്ത അയൽവാസിയായ ടീച്ചറോട് സംസാരമധ്യേ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞറിഞ്ഞാണ് ആ കളിയുടെ ഗൗരവം ആ അമ്മ മനസ്സിലാക്കിയത്. ഓജോ ബോർഡ് എന്താണെന്ന് ടീച്ചർ കൃത്യമായി അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. എൻ്റെ സുഹൃത്തു കൂടിയായ ടീച്ചർ പറഞ്ഞിട്ടാണ് അമ്മ എത്തിച്ചേർന്നത്. മകൻ മുമ്പില്ലാത്ത വിധത്തിൽ ദേഷ്യം കാണിച്ചു തുടങ്ങി, പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു. ഇതൊക്കെയാണ് കൂട്ടത്തിൽ അമ്മ പറഞ്ഞത്. ടീച്ചർ നേരത്തെ ഇക്കാര്യം എന്നോട് സൂചിപ്പിച്ചുകൊണ്ട് കാര്യത്തിൻ്റെ ഗൗരവം എനിക്കറിയാമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞ അമ്മയെ മടക്കി അയച്ചു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നു. മകനെ വിളിച്ചിരുത്തി വിശദമായിട്ട് സംസാരിച്ചു. എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കണ്ട ആ കുട്ടി വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഓജോ ബോർഡിൻ്റെ കാര്യം പറഞ്ഞത്. അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയാണ് കൂട്ടത്തിലുള്ള 3 കൂട്ടുകാരെയും ചേർന്ന് വീട്ടിലേക്ക് ക്ഷണിച്ച് അവർ ഈ കളി കളിച്ചു തുടങ്ങിയത്. 4 പേരും ചേർന്ന കട്ടിയുള്ള പേപ്പറിൽ വരച്ചാണ് ഓജോ ബോർഡ് തയ്യാറാക്കിയത്. A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ, 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ, യെസ് നോ, ഇത്രയുമാണ് ആ ബോർഡിൽ ഉൾപ്പെട്ടത്. ഇരുട്ടത്തിരുന്ന അടുത്തൊരു ഗ്ലാസ്സിന് മുകളിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് ബോർഡിൻ്റെ നടുക്ക് നാണയം വെച്ച് നാണയത്തിന്മേൽ ചൂണ്ടുവിരൽ ചെറുതായി സ്പർശിച്ച് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് മനസ്സിൽ വിളിക്കണമെന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കൂട്ടുകാരൻ നിർദ്ദേശിച്ചത്. എന്നെയും കൂടി കാണിച്ചു തരാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യമൊന്നും മടിഞ്ഞെങ്കിലും ആ അമ്മ നിർബന്ധിച്ചപ്പോൾ മകൻ സമ്മതിച്ചു. അടുത്ത ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഞാൻ ആ വീട്ടിൽ ചെന്നു. കുട്ടികൾ 4 പേരും ഞാനും കൂടി റൂമിൽ കയറി. ലൈറ്റ് ഓഫ് ചെയ്ത് ബോർഡിന് വട്ടം വളഞ്ഞിരുന്നു. മെഴുകുതിരി കത്തിച്ചു. ഓജോ ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുട്ടികൾ 4 പേരും ചൂണ്ടുവിരൽ ആ നാണയത്തെ 4 വശമായിട്ട് തൊട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാണയം ഒന്നനങ്ങി. എത്തിയോ വന്നോ എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ യെസ് എന്നതിലേക്ക് നാണയം നീങ്ങി. എൻ്റെ കണ്ണുകൾ വിടർന്നു. ഇനി അങ്കിളിന് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചോളൂ എന്ന് കുട്ടികൾ പറഞ്ഞു. അവർ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വന്നയാളുടെ പേരെന്താണെന്ന് ചോദിച്ചു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ നാണയം സോഫിയ എന്ന ഓരോ അക്ഷരത്തിലും തൊട്ടു. കുട്ടികൾ പറഞ്ഞയാൾ തന്നെ. പ്രായം 18 വയസ്സ്. എങ്ങനെ മരിച്ചു? സൂയിസൈഡ്. ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത്? കൃത്യമായി കൊല്ലം, KOLLAM. ഉത്തരം കൃത്യമായി വന്നു. ആ സമയത്ത് അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നീടൊന്നും ചോദിച്ചില്ല. കുട്ടികൾ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ആത്മാവിനെ പറഞ്ഞു വിടാൻ പറഞ്ഞു. കുട്ടികൾ ആത്മാവിനെ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം തന്നെ ഇക്കാര്യം ആ കുട്ടിയുടെ അച്ഛനുമായി ഞാൻ സംസാരിച്ചു. എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിൽ ആ കുട്ടിയെ ഒരു കൗൺസിലിംഗ് കൊണ്ടുപോവുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്ന കുട്ടികളുടെ വീടുകളിലും സ്കൂളിലും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു.
2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തായ ടീച്ചറുടെ ഫോൺ കോൾ. അന്നിരുന്ന 4 കുട്ടികൾക്ക് ഓജോ ബോർഡിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത അവരുടെ ആ കൂട്ടുകാരൻ, കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യൻ തൂങ്ങി മരിച്ചു. നിങ്ങൾക്ക് ഓജോ ബോർഡിനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ എനിക്ക് വിശ്വാസമല്ല, സത്യമാണ്. കാരണം ഞാനത് നേരിട്ട് കണ്ടതാണ്, അനുഭവിച്ചറിഞ്ഞാണ്. ഒരു കാര്യം ഉറപ്പ്, ഓജോ ബോർഡിലൂടെ മറുപടി തരുന്നത് അല്ലെങ്കിൽ വിളിക്കുമ്പോൾ വരുന്നത് ദുർമരണം സംഭവിച്ച ഒരു ആത്മാവായിരിക്കും. വെള്ളത്തിൽ മരിച്ചതോ, വെള്ളത്തിൽ മുങ്ങി മരിച്ചതോ, തൂങ്ങി മരിച്ചതോ, ആക്സിഡൻ്റ് ആയിട്ടുള്ളതോ, ഏതെങ്കിലും രീതിയിൽ അപമൃത്യു സംഭവിച്ച ഒരു ആത്മാവാണ് വരുന്നത്. സയൻസ് പറയുന്നത് പോലെ ഓജോ ബോർഡ് ഒരു ശാസ്ത്ര ആഭാസമാണ്. പക്ഷേ അത് സത്യമാണെന്ന് നേരിട്ട് ബോധ്യമായതിനാൽ ആണ് നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കുന്നത്. മറ്റൊരാളുടെ ശരീരത്തിൽ ആവേശിച്ച ഒരു ആത്മാവുമായുള്ള സംഭാഷണവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.